എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ വാട്സാപ്പിൻ്റെ പുതിയൊരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളൊരു ഫോട്ടോ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ ആർക്കാണോ സെൻഡ് ചെയ്ത് അവരത് കണ്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അത്തരത്തിലുള്ള ഒരു ഫീച്ചർ വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഏത് ഫോട്ടോ ആണോ നമുക്ക് അയക്കേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ 1 എന്നുള്ള ബട്ടണിലെ 1 ബട്ടൺ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ആവും. അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആവും. അപ്പോൾ ഇത് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കാണിക്കും. കണ്ടതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത അപ്പോൾ തന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഈ 1 എന്നുള്ള സിമ്പിൾ. അപ്പോൾ ഇത് വന്ന ആൾക്കറിയാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഫോട്ടോ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് അത്ര വലിയൊരു സെക്യൂരിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. ഗുഡ് ബൈ.